ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മുടെ വിഷു ഒക്കെ ഇങ്ങ് എത്താറായില്ലേ? നമുക്ക് വിഷുവിന് സ്പെഷ്യലായിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തെങ്കിലോ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈസി ആയിട്ട്, അതായത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഒരുപാട് സാധനങ്ങൾ വേണ്ട, മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറച്ച് മാത്രമേ ആവുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് യെല്ലോ കളറിലുള്ള ഒരു സാറ്റൻ ഹെയർ ബാൻഡാണ്. അതിനുശേഷം ഞാനൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടൊരു റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലോറൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 14 സെൻറ്റിമീറ്ററോളം ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഒരു 3 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫ്ലവർ പോലെ സെറ്റ് ചെയ്യുക. അതായത് ഒരു 6 ജാസ്മിൻ ബഡ് എടുത്ത് ഇങ്ങനെ സർക്കിളായിട്ട് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു, ഒരു ജാസ്മിൻ ബഡ് ഒട്ടിക്കുന്നു, രണ്ടാമത്തേത് അതിൻ്റെ സൈഡിലായിട്ട്, അങ്ങനെ നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി വേണം ചെയ്യാൻ. ഒരു സർക്കിൾ കിട്ടണം. നമ്മളിത് 6 ജാസ്മിൻ ബഡ് വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ശേഷം നമുക്കതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫോം ഫ്ലവർ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അപ്പോൾ നമുക്കിതാ ഒരു ഫ്ലവർ കിട്ടി. ഇനി നമ്മൾ അടുത്തൊരു ഫ്ലവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇപ്പോൾ ഈ ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബഡ് ഉണ്ടല്ലോ, ആ ഒരു ജാസ്മിൻ ബഡ് അടുത്ത ഒരു സർക്കിളിൻ്റെ 6 ബഡ് വയ്ക്കുന്നതിൻ്റെ അകത്ത് ഒന്നായിരിക്കണം. എന്ന് വെച്ചാൽ ഇത് 1 കണക്ക് കൂട്ടിയിട്ട് ബാക്കിയുള്ള 5 എണ്ണമേ ഇനി നമ്മൾ വെക്കേണ്ട ആവശ്യമുള്ളൂ എന്നർത്ഥം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്നെന്ന് കൂട്ടുക. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ബഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ട് സർക്കിളാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് നടുക്ക് വീണ്ടും ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേതിൽ ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജാസ്മിൻ ബഡിൻ്റെ, പക്ഷേ ഇപ്പം ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിയാണ്. മറ്റേത് നമ്മൾ സ്റ്റെമ്മോടെ വയ്ക്കുമ്പോൾ കുറച്ച് നമ്മൾ ഈ ഫോം ഫ്ലവർ വയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് പൊങ്ങിയിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പേസ് ഒരുപാടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഫോം ഫ്ലവറൊക്കെ അമർത്തി നന്നായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ജാസ്മിൻ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട്, അതായത് നല്ല രസത്തിലുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇതാകുമ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് പൊങ്ങിയിരിക്കുന്നത് പോലെ തോന്നി ഈ നമ്മുടെ സ്റ്റെമ്മുള്ളതിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഒരെണ്ണത്തിൽ മാത്രമേ ഈ ജാസ്മിൻ ബഡിൻ്റെ ആ ബാക്കിലുള്ള ആ ലാസ്റ്റുള്ള ആ ഒരു തണ്ട് കട്ട് ചെയ്യാതിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിലും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ആദ്യത്തെ ഒരു ഫ്ലവർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീണ്ടും 6 എടുക്കാതെ ഈ ആദ്യത്തെ ആ ഒരു സർക്കിളിലുണ്ടല്ലോ 6 ജാസ്മിൻ ബഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ആ അറ്റത്തുള്ള ആ ഒരെണ്ണം രണ്ടാമത്തെ ഫ്ലവറിലുള്ള 6 പെറ്റൽസിൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ ബാക്കി 5 ജാസ്മിൻ ബഡ് മാത്രമേ വെക്കേണ്ടതുള്ളൂ എന്നർത്ഥം. അങ്ങനെ നമ്മൾ 4 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 4 എണ്ണം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഞാൻ നടുക്കിപ്പോൾ യെല്ലോ വെച്ചത് വിഷു സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റൻ ഹെയർ ബാൻഡ് എടുക്കാം. ഞാൻ യെല്ലോ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിൽ ഒരു 7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ താഴെ നിന്ന് വിട്ടിട്ട് അവിടെ മുതൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം അവിടെ മുതലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ ബാൻഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതുപോലെ ഇതിലേക്ക് പതുക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നിച്ച് ഗ്ലൂ അപ്ലൈ ഇല്ല കേട്ടോ, കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് ഒട്ടിച്ചു, അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ക്യാൻവാസ് എടുത്തപ്പോൾ 14 സെൻറ്റിമീറ്ററും അതുപോലെ 4 സെൻറ്റിമീറ്റർ ആയിരുന്നു വീതി എടുത്തിരുന്നതെങ്കിൽ, ഇനി നമ്മൾ എടുക്കുമ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 2.5 സെൻറ്റിമീറ്റർ മാക്സിമം വീതിയിൽ സെയിം ലെങ്ത്തിൽ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഹെയർ ബാൻഡിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഫ്ലവേഴ്സിലും ഒക്കെ ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. ജാസ്മിൻ ബഡിലും ഹെയർ ബാൻഡിലും ഒരേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ബാക്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു ക്യാൻവാസിൻ്റെ പേപ്പർ ഒട്ടിക്കേണ്ടത്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കും. പെട്ടെന്ന് ഇളകിപ്പോരോ വിട്ടുപോരോ ഒന്നും ചെയ്യില്ല. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ആദ്യമേ ആ ഒരു പൂവിൻ്റെ സെറ്റിങ്സ് നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ആ ക്യാൻവാസ് ഷീറ്റ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോർഷൻസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഈ ഒരു സംഭവം കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റൈറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ഇനിയും വിഷു സ്പെഷ്യൽ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസും ഓഫേഴ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.